ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെംസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ ബാക്കി, അതായത് +1 കെമിസ്ട്രിയിലെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ ആണ്. അതിൻ്റെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ടുള്ള മോൾ കോൺസെപ്റ്റ്സ് ആൻഡ് മോളാർ മാസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് മോൾ കോൺസെപ്റ്റ്, അല്ലെ മോൾ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പം നിങ്ങൾ ഒരു അരി വാങ്ങാൻ ഒരു കടയിൽ ചെല്ലുമ്പോൾ എന്താ പറയുന്നത്? 1 കിലോ അരി, അല്ലേ, അല്ലെങ്കിൽ 2 കിലോ അരി വേണമെന്ന്. സോ നമ്മളപ്പോൾ അവിടെ എന്തിൻ്റെ കണക്കിലാണ് അരി വാങ്ങുന്നത്? നമ്മൾ കിലോഗ്രാമിൻ്റെ കണക്കിനാണ് നമ്മൾ അരി വാങ്ങുന്നത്. അപ്പോൾ ഇനി എണ്ണയാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതെങ്കിലോ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ ഓഫ് ഓയിൽ, അല്ലേ, 1 ലിറ്റർ ഓർ 2 ലിറ്റേഴ്സ് ഓഫ് ഓയിൽ എന്നായിരിക്കും നമ്മൾ അവിടെ പോയി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പഴമാണ് നമ്മളിപ്പം വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നത്? ഒന്നെങ്കിൽ നമുക്ക് കിലോഗ്രാം കണക്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എണ്ണി എടുക്കാം, അല്ലേ, ഇപ്പം ഹാഫ് എ ഡസൺ, അല്ലെ, അതായത് 6 എണ്ണം, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കിലോഗ്രാമിൻ്റെ കണക്ക് പറയും, അല്ലെങ്കിൽ ലിറ്ററിൻ്റെ കണക്ക് പറയും, അല്ലെങ്കിൽ നമ്മൾ ഡസൺ വൈസ് വാങ്ങിക്കും. ഓക്കെ, എണ്ണത്തിൻ്റെ കണക്കിലും വാങ്ങിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആണ്, അല്ലേ? അപ്പോൾ കെമിസ്ട്രി സ്റ്റുഡൻസ് ആയ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്ര H2O മോളിക്യൂൾ ഉണ്ടെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബൗൾ ഷുഗറിൽ എത്ര ഷുഗർ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം പറയാൻ നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, അല്ലേ? സോ പക്ഷേ ഒരു കെമിസ്ട്രിയിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അതിന് നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മോൾ കോൺസെപ്റ്റ് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം തന്നിട്ട് അതിൻ്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനും, ഇനി കുറച്ച് മോളിക്യൂൾസ് നിങ്ങൾക്ക് തന്നിട്ട് അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പം വിചാരിക്കുക, നിങ്ങൾ ഒരു പാത്രത്തിലോട്ട് ഓരോന്നായിട്ട് ഓരോ മുട്ടായി എണ്ണി ഇടുവാന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ഇട്ടു, 2 എണ്ണം ഇട്ടു, അങ്ങനെ കുറേ എണ്ണം ആയി. ഓക്കെ, അവസാനം ഈ ഫിഗർ, ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കണ്ടോ, 6.022 × 10⁻23. അവസാനം ഈ ഫിഗറിൽ കാണുന്ന അത്രയും നമ്പർ ഓഫ് മുട്ടായികൾ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാൻഡീസ് നിങ്ങൾ ആ പാത്രത്തിൽ ഇട്ടു എന്ന് വിചാരിക്കുക. സോ ഇപ്പോൾ ആ പാത്രത്തിലുള്ള നമ്പർ ഓഫ് ക്യാൻഡീസിനെ നമുക്ക് വിളിക്കുന്നതാണ് 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, 1 മോൾ എന്ന് നമുക്ക് വിളിക്കാം. അതായത് ഇപ്പം നിങ്ങൾ കണ്ട 6.022 × 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തിൻ്റെ അകത്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 മോൾ. മനസ്സിലായോ? സോ 1 മോൾ ഈസ് ഈക്വൽ ടു 6.022 × 10⁻23. മനസ്സിലായോ? അതായത് 6.022 × 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏതിൻ്റെ എങ്കിലും അകത്തുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 മോൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ 12 എണ്ണം, ഇപ്പം 12 വള വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡസൻ എന്ന് വിളിക്കും, അല്ലേ? സോ അതുപോലെ തന്നെയാണ് 6.022 × 10⁻23 നമ്മൾ വിളിക്കുന്ന പേരാണ് 1 മോൾ. ഓക്കെ, നമ്മൾ 12 എണ്ണത്തിനെ ഒരു ഡസൻ എന്ന് പറയും. അതേപോലെ 6.022 × 10⁻23 നമ്മൾ വിളിക്കുന്ന പേരാണ് 1 മോൾ. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റാണ് നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ കണ്ടുപിടിച്ചത്. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് അവഗാഡ്രോ. ഓക്കെ, അവഗാഡ്രോ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ നമ്പർ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിന് അവഗാഡ്രോ നമ്പർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് NA എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ മോൾ കോൺസെപ്റ്റിൽ മുന്നോട്ട് പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. സോ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അവഗാഡ്രോ നമ്പർ. എന്താണെന്ന് മനസ്സിലായി? 6.022 × 10⁻23. അതൊരു അവഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അതിന് അവഗാഡ്രോ നമ്പർ എന്ന് പേര് വന്നത്. സോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പലാണ് NA എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഓർക്കും, ഈ അവഗാഡ്രോയ്ക്ക് എവിടെ നിന്നാണ്, അല്ലെ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയത് എന്ന്, അല്ലേ? അതിനുള്ള ഒരു ഉത്തരവാണ്
ഇവിടെ നോക്കിയേ, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ 12 gram ഓഫ് ദ C12 ഐസോട്ടോപ്പ്. അതായത് ഒരു കാർബൺ 12 ഐസോട്ടോപ്പ് അതായത് 8 പ്രോട്ടോൺസും 8 ന്യൂട്രോൺസും അടങ്ങിയ ഒരു കാർബൺ ആറ്റത്തിന്റെ 12 gram നമ്മൾ അളന്നെടുക്കുകയാണെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അതിനെയാണ് അദ്ദേഹം 1 mole എന്ന് വിളിച്ചത്. മനസ്സിലായോ? ഒരു കാർബൺ ആറ്റത്തിന്റെ അതായത് കാർബൺ 12 ഐസോട്ടോപ്പിന്റെ 12 gram നമ്മൾ അളന്നെടുക്കുകയാണെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിനെ അദ്ദേഹം 1 mole എന്നാണ് വിശേഷിപ്പിച്ചത്. സോ അതാണ് അവോഗാഡ്രോ നമ്പർ ആയിട്ട് അദ്ദേഹം എടുത്തത്. മനസ്സിലായല്ലോ എങ്ങനെയാണ് അദ്ദേഹം അവോഗാഡ്രോ നമ്പർ കണ്ടുപിടിച്ചതെന്ന്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ 12 gram ഓഫ് C12 ഐസോട്ടോപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ പഠിക്കാനുള്ളതാണ് മോളാർ മാസ്. ഓക്കെ, എന്താണ് മോളാർ മാസ്? അതായത് ദ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ഈസ് കോൾഡ് ഇറ്റ്സ് മോളാർ മാസ്. അതായത് ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് നമ്മൾ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ അതിൻ്റെ വെയിറ്റ് ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മോളാർ മാസ് അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു 1 mole ഓഫ് വാട്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 1 mole ഓഫ് വാട്ടർ എടുക്കുകയാണ്. അതിൽ 6.022 × 10⁻23 നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. സോ അതിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 18.02 gram per mole ആയിരിക്കും ആ വാട്ടറിൻ്റെ വെയിറ്റ്. അതായത് 1 mole ഓഫ് വാട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 18.02 gram mole ആയിരിക്കും. സോ 1 mole ഓഫ് വാട്ടറിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് അപ്പോൾ എത്ര ആയിരിക്കും? 18.02 gram per mole ആണ്. സോ ഇപ്പോൾ മനസ്സിലായല്ലോ, ഒരു അതിനെ നമ്മൾ ഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ മോളാർ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി, മോളാർ മാസ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ഈ മോൾ കോൺസെപ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് നമുക്ക് ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് കാണാൻ. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് മാസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ആ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് തന്നിരിക്കുന്ന ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ മാസ് അല്ല മോളിക്യൂളിൻ്റെ എണ്ണമാണ് തന്നിട്ടുള്ളതെങ്കിലോ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാസ് ആണ് തരുന്നതെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് കണ്ടുപിടിക്കണം. സോ ക്വസ്റ്റ്യനിൽ ഇനി മാസ് അല്ല മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് തരുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. ഏതാ? നമ്മളിപ്പോൾ പറഞ്ഞതാണ് അവോഗാഡ്രോ നമ്പർ. അതേതായിരുന്നു? N എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 6.022 × 10⁻23. ഓക്കെ, ഇതാണ് അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അവോഗാഡ്രോ നമ്പർ വേണം ചെയ്യാൻ. ഇനി അടുത്തത്, ക്വസ്റ്റ്യനിൽ മാസും നമ്പർ ഓഫ് മോളിക്യൂൾസും ഒന്നും അല്ല തരുന്നത്, വോളിയം മാത്രമാണ് തരുന്നതെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മോൾ കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് തന്നിരിക്കുന്ന വോളിയം, ഗിവൺ വോളിയം ബൈ ഈ ഒരു നമ്പർ 22.4 ലിറ്റർ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ വേണം അവിടെ യൂസ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത മാസും മോളിക്യൂൾസിൻ്റെ എണ്ണവും ഒന്നുമല്ല വോളിയമാണ് തരുന്നതെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മോൾ കാണാൻ തന്നിരിക്കുന്ന വോളിയത്തിനെ ഈ 22.4 ലിറ്റർ എന്ന ഈ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വേണം നമ്പർ ഓഫ് മോൾസ് കാണാൻ. സോ ഈ 3 ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ സാധിക്കും. ഓക്കെ, ഓക്കെ,
ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളും കൂടി. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് ചോദിക്കും, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണിക്കുന്നത്. ഇനി അതുമല്ല, നമ്പർ ഓഫ് ആറ്റംസ് ആണ് നിങ്ങൾക്ക് കാണാൻ വരുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ആറ്റംസ് ആണ് കാണാൻ വരുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ ഈ 5 ഇക്വേഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 5 ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. അതെങ്ങനെയാണെങ്കിലും നിങ്ങൾ എഴുതി പഠിക്കുകയോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഏത് രീതിയിൽ നമ്പർ ഓഫ് മോള് കാണാനായാലും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനാണെങ്കിലും അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാനാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ, ഇങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ഇക്വേഷൻസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഈ 5 ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കംപ്ലീറ്റ് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിനി ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളും കൂടി. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് ചോദിക്കും, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണിക്കുന്നത്. ഇനി അതുമല്ല, നമ്പർ ഓഫ് ആറ്റംസ് ആണ് നിങ്ങൾക്ക് കാണാൻ വരുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ആറ്റംസ് ആണ് കാണാൻ വരുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ ഈ 5 ഇക്വേഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 5 ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. അതെങ്ങനെയാണെങ്കിലും നിങ്ങൾ എഴുതി പഠിക്കുകയോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഏത് രീതിയിൽ നമ്പർ ഓഫ് മോള് കാണാനായാലും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനാണെങ്കിലും അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാനാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ, ഇങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ഇക്വേഷൻസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഈ 5 ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കംപ്ലീറ്റ് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിനി ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ദ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്? അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് ഏതിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ. അതിപ്പം 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 1 ഗ്രാം നൈട്രജൻ, സെക്കൻഡ് 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, തേർഡ് 1 ഗ്രാം ഹൈഡ്രജൻ, ഫോർത്ത് 1 ഗ്രാം NH3. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 1 ഗ്രാം നൈട്രജൻ എങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 1 ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മോൾസ്, ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഗിവൺ നമ്പർ ഓഫ് മോൾസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കാണണമെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യണം, അല്ലേ? അപ്പം ഗിവൺ മാസ്, നൈട്രജൻ്റെ ഗിവൺ മാസ് എന്ന് പറയുന്നത് 1 ആണ്, അല്ലേ? 1 ബൈ നൈട്രജൻ്റെ മോളാർ മാസ് എന്ന് പറയുമ്പം നൈട്രജൻ 14 ആണ്, 14 ഇൻറ്റു 2 വരുമ്പോൾ 28 ആവും. സോ 1 ബൈ 28 Na വരും. ഓക്കെ, ഇനി അടുത്തത് 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. 1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 1 ബൈ CO2 എന്ന് പറയുമ്പം കാർബൺ 12, ഓക്സിജൻ 16 ആണ്. 16 ഇൻറ്റു 2 വരുമ്പം 32. അപ്പോൾ 32 പ്ലസ് 12 എന്ന് പറയുന്നത് 44. 1 ബൈ 44 ഇൻറ്റു Na വരും, അവഗാഡ്രോ നമ്പർ. സോ ഇനി അടുത്ത ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ 1 ഗ്രാം ആണ്. സോ ഗിവൺ മാസ് എന്ന് പറയുന്നത് 1 ആണ്, അല്ലേ? 1 ബൈ ഹൈഡ്രജൻ 2, അല്ലേ? 2 ഇൻറ്റു Na. മനസ്സിലായോ? ഇനി അടുത്തത് 1 ഗ്രാം NH3. 1 ബൈ NH3 14 പ്ലസ് 3 17 Na അവഗാഡ്രോ നമ്പർ. സോ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ്, അല്ലേ? നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഈ അതായത് നൈട്രജൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ബൈ 28 ഇൻറ്റു Na. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആണ് 1 ബൈ 44 ഇൻറ്റു Na. ഓക്കെ, ഇനി ഹൈഡ്രജൻ്റെ ആണ് 1 ബൈ 2 ഇൻറ്റു Na.
NH3യുടെയാണ് 1/17 ഇൻറ്റു NA. ഓക്കെ, അപ്പം ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്? ഏതിനാണ്? ഇതിനാണ്, അതായത് 1/2 ഇൻറ്റു NA, അതായത് ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത്. അതെങ്ങനെയാണ് മനസ്സിലായത്? ഇവിടെ 1/2, അതായത് ഡിനോമിനേറ്റർ ആരുടേതാണോ ചെറുത് അവരായിരിക്കും ഏറ്റവും വലുത്. ഓക്കെ, എപ്പോഴും ഓർക്കണം. അതായത് നമ്മളിപ്പോൾ എന്തുവാ ചെയ്തത്? നമ്പർ ഓഫ് മോൾസ് കണ്ടു, അതിനെ അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ മോളിക്യൂൾസിന്റെ എണ്ണം നമുക്ക് കിട്ടി. സോ അങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതിനാ മോളിക്യൂൾസ് എന്ന് നോക്കിയപ്പോൾ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളതെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഏറ്റവും കൂടുതൽ 1/2. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഇവിടെ 1/44 എന്ന് കാണുമ്പോൾ ഇതെടുത്ത് എഴുതി വെക്കരുത്. ഏറ്റവും ചെറുത് ഡിനോമിനേറ്റർ ഏതാണോ വരുന്നത്, അല്ലെങ്കിൽ ആരുടെയാണോ വരുന്നത് അവരായിരിക്കും ഏറ്റവും വലുത്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ നോക്കിയിട്ട് ഡിനോമിനേറ്റർ ഏറ്റവും ചെറുത് ആർക്കാണോ വരുന്നത് അവരായിരിക്കും ഏറ്റവും വലുതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ H2വിൽ 1/2 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇവിടുത്തെ ആൻസർ ഏതാ? 1 gram H2. ഓക്കെ, അപ്പം 1 gram H2വിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 1/2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. The number of oxygen atoms present in 5 moles of glucose C6H12O6. ഓക്കെ, നമുക്കറിയാം ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണം കാണാൻ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തുവായിരുന്നു? നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എന്തുവായിരുന്നു? നോക്കാം. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ, നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി, അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. സോ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ നമ്പർ ഓഫ് മോൾസ്? ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് 5, അല്ലേ? 5 മോൾസ് എന്ന് തന്നിട്ടുണ്ട്. സോ നമ്പർ ഓഫ് മോൾസ് 5 തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്പർ ഓഫ് മോൾ 5 ആണ്. ഇൻറ്റു അവഗാഡ്രോ നമ്പർ നമുക്കറിയാം NA 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു അറ്റോമിസിറ്റി, അല്ലേ? അറ്റോമിസിറ്റി ഇതിൽ ഏതിൻ്റെ അറ്റോമിസിറ്റി ആകാം? ഇവിടെ ഏതാ കാണാൻ പറഞ്ഞ? ഓക്സിജൻ ആറ്റം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഓക്സിജന്റെ അറ്റോമിസിറ്റി, അത് ഓക്സിജന്റെ അറ്റോമിസിറ്റി എത്രയാണ്? ഇവിടെ O6 അല്ലേ വന്നിരിക്കുന്നത്. സോ 6. ഓക്കെ, ഓക്സിജന് 6 ആറ്റം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 6 കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി ഈ 5ഉം 6ഉം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 കിട്ടും, അല്ലേ? 30 ഇൻറ്റു NA. സോ നമുക്ക് ആൻസർ കിട്ടിയത് എന്താണ്? 30 NA ആറ്റംസ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ 5 മോൾസ് ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പം 5 മോൾസ് ഓഫ് ഗ്ലൂക്കോസിലുള്ള ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് 30 അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അറ്റോമിസിറ്റി ആയതുകൊണ്ട് നമ്മൾ ആറ്റംസ് എന്ന് വേണം ഇവിടെ മെൻഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ മോളാർ മാസ് എന്താണെന്ന് മനസ്സിലായി. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 ഇക്വേഷൻസ് ഉണ്ട്. ആ 5 ഇക്വേഷൻസ് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിൽ വരുന്ന ഇതുപോലുള്ള ഓരോ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനിൽ എന്താണ് അവർ തന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ. ഫസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇവിടെ അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ്, അല്ലേ? ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്നായിരിക്കണം നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത്. സോ മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ നമ്മൾ ഓർക്കുക ഏതാ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സോ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണേണ്ടത്. അപ്പം നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസിനെ കണ്ടുപിടിക്കണം. അപ്പം നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു ലോജിക്കായിട്ട് നമ്മളിത് ചിന്തിച്ചെടുക്കണം. അങ്ങനെ ചിന്തിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ്. അപ്പം ഇത് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.